അതാണല്ലോ ഭൂരിക മം പിന്നാരി വമൻ ഹൗലഹു, നാറിലുള്ള ആളുകൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു, വമൻ ഹൗലഹു അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കൊന്നല്ല. ഭൂരികമം പിന്നാരി വമൻ ഹൗലഹു, എങ്ങനെ നരകത്തിലുള്ള ആളുകൾക്ക് അനുഗ്രഹം? അതെങ്ങനെയാണ്? അതറിയില്ലാണ്. ഭൂരികമം പിന്നാരി, എന്ത് അനുഗ്രഹം നരകത്തിൽ കിടക്കണവർക്ക്? ഭൂരികമം പിന്നാരി, നരകത്തിലുള്ളവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. വമൻ ഹൗലഹു, ആ നരകത്തിന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും. നല്ല സുഖല്ലേ അവിടെ, നല്ല ബർക്കത്തല്ലേ അവിടെ. ഭൂരികമം പിന്നാരി വമൻ ഹൗലഹു, അതാണ് ഹൗല്. ഹൗലിനെ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ, തന്റെ നാറിനെ നൂറാക്കി മാറ്റാൻ തയ്യാറുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട് എന്ന്. അതാണ് ഭൂരികമം പിന്നാരി വമൻ ഹൗലഹു, അതിനെ മാറ്റിയെടുക്കാൻ, തന്റെ നാറിനെ നൂറാക്കി മാറ്റിയെടുക്കാൻ മൻ, ആര് തയ്യാറാണോ അവർക്ക് അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട്. അല്ലാതെ ഇവര് അവിടെ നാറിന് നരകം എന്നർത്ഥം പറയട്ടെ, എന്നിട്ട് ഇത് ആയത്തൊന്ന് പറയട്ടെ. ഭൂരികമം പിന്നാരി വമൻ ഹൗലഹു, നരകത്തിലുള്ള ആളുകൾക്കും അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട്. നല്ല ബർക്കത്താണ് അവിടെ. ഇന്നീ ആനസ്തു നാറൻ, അതാണ് ആ നാറ്. എന്നാണ് ഇബ്രാഹിമിന് കൂനു കുല്യാനാറുക്കൂനി, അതാണ് ഓൽക്ക് ബർദും സലാമും ആവുകയാണ് ആ നാറ്. അതാണ് ഭൂരികമം പിന്നാരി വമൻ ഹൗലഹു. ഓല് നാറിനെ നൂറാക്കി മാറ്റും, നാറിനെ ബർദും സലാമുമാക്കി മാറ്റും അവര്. കുല്യാനാറുക്കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇന്നീ ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ വകായിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ. എത്രയെത്ര ഗ്രാമങ്ങളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. വയ്യ ലാലിമക്കുന്ന ഗ്രാമങ്ങൾ അക്രമികളായപ്പോൾ എത്രയെത്ര ഗ്രാമങ്ങളാ നശിച്ചു പോയിരിക്കുന്നത്. നാട്ടിൽ പോലെ അക്രമവും നടക്കണില്ല, ലോകമൊക്കെ വളരെ സമാധാനത്തിൽ. അതുകൊണ്ടപ്പോ അല്ല നശിപ്പിക്കാറ്. അതാ മൂപ്പര് നിർത്തിയാണാവോ പരിപാടി. വകായിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ വഹിയ ലാലിമത്തുൻ, ഒരു ഗ്രാമം അക്രമത്തിലേക്ക് നീങ്ങിയാൽ ആ ഗ്രാമത്തെ, അങ്ങനെയുള്ള എത്രയെത്ര ഗ്രാമങ്ങളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. നേരാക്കിയെടുത്തു എന്നല്ല പറയണത്, നശിപ്പിച്ചു കളഞ്ഞു എന്നാ. ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ആളുകൾക്ക് ഈ നിരീശ്വരവാദിയൊക്കെയായി പോണത്. ആളുകളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ആളുകൾക്ക് അള്ളാഹ്ക്ക് എന്താ നല്ല മനസ്സാണ് കൊടുത്തുകൂടെ എന്ന് ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇതിനെ നശിപ്പിക്കാൻ നിൽക്കണോന്നൊക്കെ. എന്താ അള്ള എത്ര ക്രൂരെന്നൊക്കെ ചോദിക്കാണ് ആളുകള്. കറിയത്തിനെ ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാണി. അപ്പൊ അതിനെ നശിപ്പിക്കേണ്ടതല്ലേ? അത് ദുൽമിലേക്ക് പോകുമ്പോ തന്നെ, ഇരുട്ടിലേക്ക് പോകുമ്പോ, ആ ഇരുട്ടിലേക്ക് പോകുന്ന മനസ്സുകളെ, മനുഷ്യബുദ്ധികളെ ഞാൻ നശിപ്പിച്ചവരെ വെളിച്ചത്തിലേക്ക് ഞാൻ എത്രയെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളൊക്കെ കൊണ്ടുവന്നിക്കണോന്നോ സംശയമാണ്. ഒന്നുമില്ല, ഒന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളിലെയും അജ്ഞതകളിലെയും വഴിയല്ലായിരുന്നു. നമ്മള് പൂർണ്ണമായും അള്ളാഹുവിന്റെ നൂറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ആ ഇരുട്ടിൽ നിന്ന് കുറെയൊക്കെ പോകുന്നില്ലേ നമ്മള്? അപ്പൊ ഒക്കമ്മിൻ കറിയത്തിൻ, നമ്മുടെ കറിയത്തിനെയൊക്കെ കൊണ്ട്, നമ്മുടെ മനസ്സ് മുതഹജ്ജറായ മനസ്സല്ലായിരുന്നു, ബുദ്ധിയല്ലായിരുന്നു. അവിടുന്ന് ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? അതാണ് ഒക്കമ്മിൻ കറിയത്തിൻ അഹ്ലക്നാഹ വഹിയ ലാലിമത്തുൻ. അത് ലുലുമാത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു ആ മനസ്സുകൾ, ആ ബുദ്ധിയിൽ. അതിനെ ഞാൻ എത്രയാണ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. വഹിയ ഹാവിയത്തുൻ അലാ ഉറൂഷിഹ,